നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാൻ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ പരിശോധനയുമായി US ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നടപടിക്കെതിരെ നിരവധി സിഖ് സംഘടനകളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയർന്നു. ഇത്തരം പരിശോധനകൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് ഭീഷണിയാണെന്ന് സംഘടനകൾ പറഞ്ഞു. ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ സിഖ് വിഘടനവാദികളും അനധികൃത കുടിയേറ്റക്കാരും താവളമാക്കുന്നുണ്ടെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ആരോപിക്കുന്നത്. ജനുവരി 20-ന് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ബെഞ്ചമിൻ ഹഫ്മാൻ ബൈഡൻ ഭരണകാലത്തെ മാർഗനിർദ്ദേശങ്ങൾ പിൻവലിച്ചതായി അറിയിച്ചിരുന്നു. ബൈഡൻ ഭരണകൂടം നേരത്തെ പള്ളികളും ഗുരുദ്വാരകളും പോലെയുള്ള ആരാധനാലയങ്ങളിൽ പരിശോധന നടത്തുന്നത് ഒഴിവാക്കിയിരുന്നു. അമേരിക്കൻ സ്കൂളുകളിലും പള്ളികളിലും അറസ്റ്റ് ഒഴിവാക്കാനായി ക്രിമിനലുകൾക്ക് ഇനി ഒളിച്ചിരിക്കാനാകില്ല. ട്രംപ് ഭരണകൂടം നിയമപാലകരുടെ കൈ കെട്ടിവെക്കില്ല. ഇത്തരം ആളുകളിൽ കൊലപാതകികളുണ്ട്, പീഡനക്കേസ് പ്രതികളുമുണ്ടെന്നും DHS വക്താവ് അറിയിച്ചു. അതേസമയം പുതിയ നീക്കത്തിൽ സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഭരണകൂടത്തിന്റെ നയമാറ്റത്തെ തുടർന്ന് DHS ഏജന്റുമാർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലും ഗുരുദ്വാരകളിൽ നിരന്തരം പരിശോധന നടത്തുകയാണെന്നും സംഘടനകൾ പരാതിപ്പെട്ടു. ഈ സ്ഥലങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, ഇവ സിഖുകാർക്ക് പിന്തുണയും ബുദ്ധിപരമായ വികസനവും ആത്മീയ സാന്ത്വനവും നൽകുന്ന ഇടങ്ങളാണ്. ഇത്തരം കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നയം ഒഴിവാക്കിയ തീരുമാനത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ ഉത്കണ്ഠയുണ്ടെന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർ ഗിൽ പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ തേടി DHS ഏജന്റുമാർ പള്ളികളിലും റെയ്ഡ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതുകൂടാതെ കൊളംബിയയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്തുന്നുണ്ട്. ഞായറാഴ്ച കൊളംബിയൻ കുടിയേറ്റക്കാരെയും കൊണ്ട് അമേരിക്കൻ സൈനിക വിമാനം എത്തിയപ്പോൾ കൊളംബിയൻ സർക്കാർ തങ്ങളുടെ പൗരന്മാരെ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നത് നാടകീയ രംഗങ്ങൾക്ക് ഇടവരുത്തി. പിന്നീട് ട്രംപ് ഉപരോധ ഭീഷണി ഉയർത്തിയതോടെ കൊളംബിയ വഴിപ്പെടുകയായിരുന്നു. അതേസമയം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അദ്ദേഹത്തിന് വാങ്ങണം. പനാമ കനാലിന്റെ നിയന്ത്രണം വേണം. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കണം. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് മാറ്റണം എന്നിങ്ങനെയാണ് ട്രംപിന്റെ മോഹങ്ങൾ. പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്ന് ട്രംപ് മാറ്റുകയും ചെയ്തിരുന്നു. ഗ്രീൻലാൻഡ് വാങ്ങാനൊത്തില്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്നാണ് ഭീഷണി. അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണെന്നാണ് ട്രംപിന്റെ വാദം. 2017 മുതൽ 2021 വരെയുള്ള ഒന്നാം ഭരണകാലത്തെ ഗ്രീൻലൻഡിൽ കണ്ണുവെച്ചതാണ് ട്രംപ്. എന്നാൽ ഗ്രീൻലൻഡിനെ സ്വന്തമാക്കുക ട്രംപിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനായി ബ്രിട്ടൻ കൂടി മനസ്സുവെച്ചാലേ ട്രംപിന്റെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. 1917 ഒരു ഉടമ്പടി പ്രകാരം ഗ്രീൻലൻഡിനെ ആർക്കെങ്കിലും കൈമാറണമെങ്കിൽ ആദ്യം ബ്രിട്ടനോട് വാങ്ങാൻ ആവശ്യപ്പെടണം. അവർ തയ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റാർക്കെങ്കിലും അത് സ്വന്തമാക്കാൻ കഴിയൂ. വുഡ്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ഡെൻമാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന കുറേ ദ്വീപുകൾ $25 ദശലക്ഷം നൽകി അമേരിക്ക സ്വന്തമാക്കിയിരുന്നു. ഈ സമയത്ത് ഗ്രീൻലാൻഡ് കൂടി വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ഡെൻമാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്ത് കാനഡ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിയിലുള്ള ഗ്രീൻലൻഡ് വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്ലസുമായി ഇക്കാര്യം ഫോണിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിനു മുമ്പ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ഡെൻമാർക്കിലെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. തികച്ചും സൗഹാർദ്ദപൂർവ്വമായിരുന്നു ഈ ചർച്ച നടന്നത്. എന്നാൽ പിന്നീട് ട്രംപ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തിയത് അത്ര സുഖകരമായ രീതിയിലായിരുന്നില്ല. 45 മിനിറ്റ് നീണ്ടുനിന്ന സംഭാഷണം അടിച്ചുപിരിയുകയായിരുന്നു. വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഗ്രീൻലൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗദയും ട്രംപിന്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ആർട്ടിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലൻഡ്. മുൻപ് ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു. 1979 മുതൽ ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ്. നൂക്കാണ് തലസ്ഥാനം. വർഷത്തിൽ 2 മാസം മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന ഗ്രീൻലൻഡിന്റെ 80% പ്രദേശവും മഞ്ഞുമൂടി കിടക്കുകയാണ്. ബാക്കി ഭാഗത്ത് 56,000 പേർ താമസിക്കുന്നു. അതിലേറെയും തദ്ദേശീയരായ ഇനുയിറ്റുകളാണ്. മീൻപിടുത്തമാണ് വരുമാനമാർഗം. ഡെൻമാർക്ക് സർക്കാർ നൽകുന്ന വാർഷിക ഗ്രാൻഡായാണ് മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 1/5 എത്തുന്നത്. ഗ്രീൻലൻഡിൽ തിരഞ്ഞെടുപ്പും സ്വന്തം പ്രധാനമന്ത്രിയുമുണ്ട്. നാടിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രീൻലൻഡുകാർ തന്നെയാണ്. പക്ഷേ വിദേശകാര്യവും സൈനിക കാര്യവും ഡെൻമാർക്കാണ് നോക്കുന്നത്.